നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, ഇവിടെ ആരുമില്ലേ? കഥകൊക്കെ തുറന്നു കിടക്കണല്ലോ. ജാസ്മിൻ, ജാസ്മിൻ, മാഡം, ഈ കഥകം തുറന്നിട്ടിട്ട് നീ ഇവിടെ എന്തെടുക്കുക? അത് ഫുഡ് ഉണ്ടാക്കായിരുന്നു മാഡം. ഇന്ന് നീ ഓഫീസിൽ ശരിക്കും ഗോൾ അടിച്ചു അല്ലേ? എന്താ മാഡം, മനസ്സിലായില്ല. ഇന്ന് ഓഫീസില് അച്ഛന്റെ മുമ്പില് നിനക്ക് എന്നെ ഒന്ന് താഴ്ത്തിക്കെട്ടാൻ പറ്റി. പിന്നെ നീ കുറച്ച് സത്യസന്ധയായി. അത് മാഡം, ആ കണക്കിന്റെ കാര്യം സത്യ. ഇങ്ങനെ ക്യാഷ് നഷ്ടപ്പെട്ട കമ്പനി നഷ്ടത്തിലാവും എന്ന് നിന്നോടാര് പറഞ്ഞു? അതല്ലേ മാഡം ശരി. നീയാണോ നിശ്ചയിക്കുന്നേ? ഞങ്ങളുടെ കമ്പനിയോ? അപ്പൊ ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യും. പിന്നെ എന്നോട് അത്രയ്ക്ക് ഇഷ്ടവും ബഹുമാനവും ഉള്ളൊരു സ്റ്റാഫാ സുമലത. അങ്ങനെ എനിക്ക് പ്രിയപ്പെട്ടവരെ പ്രതിക്കൂട്ടിലാക്കുന്ന കണ്ടുപിടുത്തങ്ങളൊന്നും വേണ്ട. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായ ആ നിമിഷം പറഞ്ഞയക്കുന്നത് നിന്നെയാ, ഓർത്തോ? ഇതെന്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാണിംഗാ, മറക്കണ്ട. അയ്യോ മാഡം, ഇക്കാര്യം നേരിട്ട് കണ്ട് നിന്നോട് പറയാനാ ഞാൻ വന്നത്. പിന്നെ ഇവിടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് അല്ലാതെ അഡീഷണൽ AC-യോ ഹീറ്ററോ എന്തെങ്കിലും നീ ഉപയോഗിക്കുന്നുണ്ടോന്ന് എനിക്ക് അറിയണം. ഞാനൊന്ന് അകത്ത് കയറി നോക്കട്ടെ. മാറി. ഇല്ല, ഒന്നുമില്ല മാഡം. തുടക്കത്തില് വരുമ്പോ എല്ലാവരും പാവങ്ങളാ, ബുദ്ധിമുട്ടാണെന്നൊക്കെ ഞങ്ങളെ പറ്റിക്കാൻ പറയും. അയ്യോ ഇല്ല. പിന്നെ AC-യും ഹീറ്ററും ഒക്കെ വാങ്ങി വെച്ച് കറണ്ട് വെറുതെ കളയും. ഇല്ല, അങ്ങനൊന്നും ഇല്ല മാഡം. നീ പേടിക്കുന്ന എന്തിനാ? മാറി നിൽക്ക്. മാഡം, അത് മാഡം, അത് അമ്മേ, ഞാൻ നമ്മുടെ കമ്പനിയുടെ ഗസ്റ്റ് ഹൗസിലാ. ഇവിടെ ഒരു കാര്യം ചെക്ക് ചെയ്യാൻ വന്നതാ. അത്യാവശ്യമാണോ? എന്നാ ഞാൻ ഇപ്പൊ വരാം. ഓക്കെ അമ്മ. അമ്മയാ, എന്തോ അത്യാവശ്യം. ഞാൻ ഇപ്പൊ പോവാ. താമസിയാതെ ഒരു ദിവസം വീണ്ടും വരും. ഓ, ആയിക്കോട്ടെ മാഡം. ഞാൻ ഈ പറഞ്ഞ ഒരു ഇലക്ട്രിക് സാധനങ്ങളും ഇവിടെ ഉപയോഗിക്കുന്നതായിട്ട് കാണരുത്. മനസ്സിലായോ? മനസ്സിലായി മാഡം. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ നമ്മുടെ ശ്യാമ ഉയരങ്ങളിലെത്തുമെന്ന്. ഇതൊരു തുടക്കം മാത്രം. ഇനി പിടിച്ച പിടികിട്ടൂല.
ശ്യാമമോൾ അത്ര ഉയരങ്ങളിലെത്തും, നോക്കിക്കോ. ശ്യാമയുടെ ഏട്ടന്മാരാന്ന് പറയുന്നത് നീ എനിക്ക് വരണമൊക്കെ ശരിക്കും അഭിമാനമാ. അതെ, ഇനി ഈ അനിയത്തിയുടെ പേരും പറഞ്ഞ് ഫ്രണ്ട്സിന്റെ മുമ്പിൽ ഞാനും ഒന്ന് ഷൈൻ ചെയ്യും. അങ്ങനെ ശ്യാമ അനിയത്തിയാണെന്നുള്ള ക്രെഡിറ്റ് നിങ്ങൾ രണ്ടാൾക്കും മാത്രം പോരാ. ഞാനും എന്റെ ബന്ധുക്കൾക്കിടയിൽ ശ്യാമയുടെ പേരിൽ കുറച്ച് ഗമയൊക്കെ കാണിക്കും. ഓ, മ്യൂസിക് ഷോ 1ാം റൗണ്ടല്ലേ ആയിട്ടുള്ളൂ. എന്തോ ഭാഗ്യത്തിന് അവൾ അതിൽ കടന്നുകൂടി. ഇനിയാ കോമ്പറ്റീഷൻ. അപ്പ കാണാം. നമ്മളിത് കൊറേ കണ്ടതും. അയ്യോ, ആ പഴയ മിസ് കേരളയുടെ കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. പ്ലീസ് ഐശ്വര്യ, ദേ ഇവിടെ എല്ലാവരുടെയും മൂഡ് നീ ആയിട്ട് കളയല്ലേ. ഐശ്വര്യ, നമ്മുടെ കഴിവ് പോലെ തന്നെ മറ്റൊരാളുടെ കഴിവിനെ നമ്മൾ അംഗീകരിക്കണം. അതാണ് മനസ്സിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓ, അത്ര വിശാല മനസ്സൊന്നും എനിക്കില്ല. ആ നല്ല മനസ്സ് ഉണ്ടാവണമെന്നാ ആദ്യേട്ടൻ പറഞ്ഞത്. ശരി, സമ്മതിച്ചു. ഈ വീട്ടില് ഇപ്പൊ സെലിബ്രിറ്റി അവളാ, ശ്യാമ. അത് ഞാൻ സമ്മതിച്ചു തന്നാ പോരെ. സത്യത്തിലെ ഈഗോയ നിനക്ക്, മുഴുത്ത അസൂയ. ദേ അരുണേ, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ നിക്കല്ലേ. എന്റെ വിധം മാറും. തർക്കം വേണ്ട. സിംഗർ ഓഫ് ദ ഇയർ സീസൺ 1 ഏറ്റവും ഉയർന്ന സ്കോറായ 24 മാർക്ക് നേടി നമ്മുടെ ശ്യാമ സെക്കൻഡ് റൗണ്ടിലേക്ക് ഒന്നാമതായി എത്തിയിരിക്കുന്നു. ഇപ്പൊ അമ്മയും ആ ശ്യാമയുടെ പാട്ടിൽ അലിഞ്ഞു പോയിന്നാ തോന്നുന്നു. അത് പറ്റില്ല. ശ്യാമയെ ഇനിയും വളരാൻ വിട്ടാ എനിക്കാ ദോഷം. 1ാം റൗണ്ടല്ലേ കഴിഞ്ഞുള്ളൂ. ഇനി 2ാം റൗണ്ട് മ്യൂസിക് ഷോ വരെയല്ലേ. അവിടെ ശ്യാമയ്ക്ക് കാലിടറി വീഴണം. അതിന് വേണ്ടത് അതാ ചെയ്യേണ്ടത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.